സംഘപരിവാറിനും BJPക്കും രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയെ എപ്പോഴെല്ലാം തരം കിട്ടുമോ അദ്ദേഹത്തിനെ കളിയാക്കും. അദ്ദേഹത്തിനെ നിർവീര്യമാക്കാനും അദ്ദേഹത്തിനെ കളിയാക്കി അദ്ദേഹത്തിനെ പപ്പുമോൻ എന്ന് വിശേഷിപ്പിക്കാനും സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാപ്പെഴുതി കൊടുത്ത സംഘപരിവാർ നേതാക്കൾ ബ്രിട്ടീഷുകാരുടെ അടിമയായി മാറിയ യാഥാർത്ഥ്യങ്ങളെ രാഹുൽ ഗാന്ധി പൊളിച്ചു കാട്ടുമ്പോൾ അതിനെ കോടതി വഴി അതിനെ തടയാനും രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കാനും ഒക്കെ തീവ്രമായ ശ്രമങ്ങൾ ഭരണത്തിൽ നിന്നുള്ള സ്വാധീനം കൊണ്ട് ജുഡീഷ്യറിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ കശ്മീരിലെ ജനങ്ങളോടൊപ്പം നിന്ന് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ വാസ്തവത്തിൽ വീണ്ടും മോദി മന്ത്രിസഭയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. പാകിസ്ഥാന് കൃത്യമായ കണക്ക് കൊടുക്കാൻ ഇന്ത്യക്ക് കഴിയാഞ്ഞിട്ടല്ല, ഇന്ത്യക്ക് അതിനുള്ള ശേഷിയുണ്ട്. അവർ എന്തൊക്കെ പുലമ്പിയാലും അതിന് കൃത്യമായ തിരിച്ചടി വേരോടെ ഭീകരവാദം പിഴുതെറിയാനുള്ള ശക്തി ഇന്ത്യൻ സൈന്യത്തിനുണ്ട് എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. കശ്മീരിൽ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ജീവൻ ബലികഴിച്ച ആ കുതിര സവാരിക്കാരൻ ഉൾപ്പെടെയുള്ളവർ ഇന്ത്യയുടെ ദേശസ്നേഹം എത്രമാത്രമാണ്, അത് മതത്തിലൂന്നിയല്ല എന്ന് വിവരിക്കാൻ കാണിച്ച ആ മനസ്സ് രാഹുൽ ഗാന്ധിയെ എത്രയൊക്കെ ഇടിച്ചു താഴ്ത്താൻ BJPയും സംഘപരിവാർ സംഘടനയും ശ്രമിച്ചാലും അതൊരു ദീപം പോലെ ജ്വലിച്ചു നിൽക്കും എന്നതിന്റെ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ സന്ദർശന സമയത്ത് തിങ്ങിക്കൂടിയ ജനസാഗരം. കശ്മീരിലേക്ക് ഭാരത് ജോഡോ യാത്ര നടത്തിക്കൊണ്ട് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും സംസ്കാരം വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാരത്തിന് സ്നേഹത്തിന്റെ കട തുറന്നതിന് മറുപടി കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചിട്ട് ഏറെ നാളുകളൊന്നും ആയില്ല. എങ്ങനെയും തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കാൻ അതിനുവേണ്ടി മോദിക്ക് വേണ്ടി ജയ് വിളിക്കുന്ന ഗോദി മീഡിയകൾ പല യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെക്കുമ്പോൾ അതിന് കുടപിടിക്കാൻ, അതായത് മോദിയുടെ കഴിവുകേടിനെ മറച്ചു വെക്കാൻ മോദിക്ക് കുടപിടിക്കാൻ നിൽക്കുന്ന വലിയ തോതിൽ ഗോദി മീഡിയയുടെ ഏറാമൂടിയായ അർണബ് ഗോസ്വാമിക്ക് കണക്കിന് കൊടുത്തിരുന്നു ജനറൽ ബക്ഷി. അദ്ദേഹത്തിനെ ഇപ്പോൾ വലിയ തോതിൽ രാജ്യവിരോധി എന്ന് മുദ്ര കുത്താനാണ് സംഘപരിവാർ സംഘടന ശ്രമിക്കുന്നത്. അതിനെതിരെയും രാഹുൽ ഗാന്ധി വരികയാണ്. ജനറൽ ബക്ഷിയുടെ വാക്കുകൾ 2 ലക്ഷത്തോളം ആർമി ഉദ്യോഗസ്ഥരെ വിന്യസിക്കാൻ കോവിഡാനന്തര കാലത്ത് ശ്രമിക്കാതിരുന്ന കേന്ദ്ര സർക്കാർ നടപടിയും അതിനുവേണ്ടി കാശ് അധികം ചെലവാക്കാതിരിക്കാൻ ശ്രമിച്ചതും ഒക്കെ എടുത്തു പറഞ്ഞു. Y കാറ്റഗറി, Z കാറ്റഗറി സുരക്ഷ കിട കോർപ്പറേറ്റുകൾക്കും അവരുടെ മക്കളുടെ ഒക്കെ വിവാഹ ചടങ്ങിനും പ്രത്യേകമായിട്ടുള്ള SPG കമാൻഡോസിനെ വിന്യസിക്കാൻ കേന്ദ്ര സർക്കാരിന് ഒരു കുറവുമില്ല, അവർക്ക് യാതൊരു മടിയുമില്ല. ഛത്തീസ്ഗഡിന്റെ ഗവൺമെന്റ് വെബ്സൈറ്റിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട പട്ടാളക്കാരന്റെ ഭാര്യ നിസ്സഹായമായി നിൽക്കുന്ന ആ ഒരു ചിത്രത്തിന്റെ മുമ്പിൽ ക്യാപ്ഷനായി കൃത്യമായി മതസ്പർദ്ധയുണ്ടാക്കുന്ന രീതിയിലുള്ള വാക്കുകൾ എടുത്ത് പുലമ്പുകയാണ്. ഇന്ത്യൻ മുസ്ലിങ്ങളെ 2ാം കിടക്കാരായി ചിത്രീകരിക്കാൻ സംഘപരിവാർ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നീക്കങ്ങൾ. അതുകൊണ്ടാണ് ജനറൽ ബക്ഷിയുടെ യാഥാർത്ഥ്യം സംഘപരിവാർ അംഗീകരിക്കാൻ കഴിയാത്തത്. ഒരു ഭീകരാക്രമണം നടന്നാൽ അതിന്റെ കൃത്യമായ മുതലെടുപ്പ് രാഷ്ട്രീയത്തിൽ നടത്താൻ എങ്ങനെ എന്ന് റിസർച്ച് ചെയ്യുന്നവരാണ് സംഘപരിവാർ. അത് പുൽവാമ ഭീകരാക്രമണത്തിൽ മരിച്ചവർക്ക് വേണ്ടി വോട്ട് ചോദിക്കുകയാണ്. സംഘപരിവാറിന് വോട്ട് ചെയ്യൂ എന്ന്, BJPക്ക് വേണ്ടി വോട്ട് ചെയ്യൂ എന്ന് ചോദിച്ചതാരാ? നമ്മുടെ പ്രധാനമന്ത്രി. കോടതിക്ക് വേണമെങ്കിൽ സ്വമേധയാൽ ഇതിനെതിരെ നടപടി സ്വീകരിക്കാം. ഇപ്പോൾ സുപ്രീം കോടതി പലതും കേന്ദ്ര സർക്കാരിന് വിരുദ്ധമായി നീങ്ങുന്നു എന്നതുകൊണ്ട് ഗോദി മീഡിയകൾ സുപ്രീം കോടതിയെ വരെ ടാർഗറ്റ് ചെയ്യുന്നു. അതിനെതിരെ കൂടിയാണ് രാഹുൽ ഗാന്ധി ശബ്ദം ഉയർത്തുന്നത്.